ഭാഗ്യമുണ്ടായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പന്റെയും ശ്രീ മഹാദേവന്റെയും പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഇതിനവസരമുണ്ടാക്കി തന്ന ഏവരെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടും പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ എന്ന പിഞ്ചുബാലൻ നമ്മോട് പറയുന്ന 9 വിധത്തിലുള്ള ഭക്തി മാർഗത്തെ കുറിച്ചാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആരാണ് ഭഗവത് ഭക്തന്മാർ? അവരുടെ ലക്ഷണം എന്തെല്ലാമാണ്? ഇതിനുള്ള ഉത്തരവും ശ്രീമദ് ഭാഗവതത്തിൽ തന്നെയുണ്ട്. ഭക്തന്മാരെ 3 വിധത്തിൽ തരംതിരിക്കാം. ഉത്തമഭക്തൻ, മധ്യമഭക്തൻ, പ്രാപ്തഭക്തൻ. തന്നിലും മറ്റുള്ളവരിലും സർവഭൂതങ്ങളിലും ഈശ്വരഭാവത്തെ കാണുന്നവനാണ് ഉത്തമഭക്തൻ. അവൻ എല്ലാം ഭഗവത് സ്വരൂപമായി കാണുന്നു. മധ്യമഭക്തന് ഈശ്വരന് പ്രേമവും ഭക്തന്മാരോട് മൈത്രിയുമാണ് ഉണ്ടാവുക. എന്നാൽ പ്രാപ്തഭക്തനാകട്ടെ വിഗ്രഹങ്ങളിൽ മാത്രം ഭഗവത് സ്വരൂപത്തെ കാണുന്നു. തന്നിലും മറ്റു ജനങ്ങളിലും ഒന്നും ഈശ്വരഭാവത്തെ കാണുവാൻ അവർക്ക് സാധിക്കുന്നില്ല. വിശ്വാസം ഭക്തിയിലേക്കുള്ള ആദ്യ പടിയായി കണക്കാക്കാവുന്നതാണ്. എന്നാൽ ഈശ്വരവിശ്വാസിയായതുകൊണ്ട് മാത്രം ഒരാൾ ഭക്തന്റെ പദവിയിലേക്ക് ഉയരുന്നില്ല. അതിന് എല്ലാം ഭഗവത് സ്വരൂപമായി കാണാൻ കഴിയണം. എല്ലാ പ്രവൃത്തിയും ഈശ്വര സമർപ്പണമായി, ഈശ്വര ആരാധനയായിരിക്കും. ഉത്തമ ഭക്തിയിലേക്ക് നമ്മെ നയിക്കുവാൻ ഏറ്റവും സഹായകമായത് ക്ഷേത്ര ദർശനവും നാമസങ്കീർത്തനവുമാണ്. കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ചേതസ്സിൻ കരനീക്കിടും, കഠിനമാം പാപം ദഹിപ്പിച്ചിടും, സന്മാർഗം തെളിയിച്ചിടും, വെളിയിലെ ധ്വാന്തം നശിപ്പിച്ചിടും, വൈരാഗ്യം വിളയിച്ചിടും, പരമമാം പ്രേമം വളർത്തിത്തരും, സ്നേഹം ഭാവം നിർത്തിടും, നരകതിക്ക് നാമസങ്കീർത്തനം എന്ന് ഓട്ടൂർ ഉണ്ണിനമ്പൂതിരി പറഞ്ഞു. മനസ്സാകുന്ന കണ്ണാടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിഷയവാസനകളാകുന്ന ചണ്ടിപ്പണ്ടാരങ്ങൾ മുഴുവൻ വെച്ചുമാറ്റി. അപ്പോൾ ഭഗവത് സ്വരൂപം മാനസധർമ്മത്തിൽ തെളിഞ്ഞു പ്രകാശിക്കും. ഭക്തിയുടെ ഉദാത്തമായ ഭാവം നമുക്ക് അനുഭവിക്കാൻ കഴിയും. കവി പാടിയതുപോലെ തേടി തേടിയറിഞ്ഞു കാലടി വരയ്ക്കട്ടെ, ഭഗവത്കീർത്തനം പാടി പാടി വരണ്ടുണങ്ങു കിലുണങ്ങീടത്തെ ജിഹ്വാതലം, കൂടെ കൂടെ നടക്കുമർച്ചനം തളർത്തിയിടത്തെ കൈരണ്ടും, ഈ കൂടാത്മാവ് വെളിഞ്ഞിലും വരെ ഹരേ നിന്നെ സ്മരിപ്പാം ഞാൻ. അല്ലയോ ഭഗവാനെ, എന്തെല്ലാം സംഭവിച്ചുകൊള്ളട്ടെ, അതൊന്നും അങ്ങേ ഭജിക്കുവാൻ എനിക്ക് തടസ്സമാവില്ല എന്ന് പറയാൻ കഴിയുന്ന ഉദാത്തവും ഉത്തമവുമായ ഭക്തിയുടെ മഹത്വം കാണിക്കുന്ന അനേകം സംഭവങ്ങളിൽ ചിലത് ഇന്നിവിടെ സ്മരിക്കട്ടെ. ശ്രീമദ് ഭാഗവതത്തിലെ ധ്രുവചരിത സ്മരണയാകട്ടെ ആദ്യം. ഹൃദയത്തിലെ മുറിവിലെ ഉത്തമയായ ഒരമ്മയുടെയും സദ്ഗുരുവിന്റെയും മാർഗനിർദ്ദേശത്തോടെ ഭഗവാനിലേക്ക് അടുക്കുവാനും ഇതുവരെ മറ്റാർക്കും ലഭിക്കാത്തതുമായ പരമസ്ഥാനത്ത് എത്തുവാനുള്ള അവസരമാക്കി മാറ്റിയ ധ്രുവൻ എന്ന 5 വയസ്സുകാരനായ ബാലൻ നമുക്ക് പകർന്നു തരുന്നത് അമൂല്യമായ സന്ദേശങ്ങളാണ്. ത്രിജഗതി സജ്ജന സംഗതിലേക ഭവതി ഭവ
സഹിതമാണ്. സ്വന്തം പിതാവിന്റെ ലാളനത്തിലാകുന്ന ധ്രുവകുമാരൻ സർവവും തിരിച്ച് വനത്തിൽ പോയി ഭഗവാനെ കുറിച്ച് സർവോത്കൃഷ്ടമായ പഠനം നേടിയ കഥയാണ് ധ്രുവചരിത്രം. ദൃഢമായ ഭക്തിയിലൂടെ സർവോത്തരം ധ്രുവപദം നിവൃത്തിഹീനമായ പദവിയിലെത്തിയ കഥയാണിത്. സ്വയംഭൂമന്റെ രണ്ടാമത്തെ പുത്രനായ ഉത്താനപാദന് സുനീതി, സുരുചി എന്നീ രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു. സുനീതിയുടെ പുത്രൻ ധ്രുവനും സുരുചിയുടെ പുത്രൻ ഉത്തമനും. രാജാവിന് സുരുചിയോട് അധികം പ്രിയമായിരുന്നു. ഒരു ദിവസം രാജാവ് ഉത്തമനെ മടിയിലിരുത്തി ലാളിച്ചുകൊണ്ടിരുന്നപ്പോൾ ധ്രുവനും അവിടെ വന്നു. തനിക്ക് അച്ഛന്റെ മടിയിലിരിക്കണമെന്ന് ആഗ്രഹിച്ച് അടുത്തു ചെന്നപ്പോൾ സുരുചിയുടെ അരിഷ്ടതയായി രാജാവ് ധ്രുവനെ അനുവദിച്ചില്ല. തന്റെ പിതാവിന്റെ മടിയിൽ കയറുന്ന ധ്രുവകുമാരനെ സുരുചി തടഞ്ഞു നിർത്തി ഗർഭത്തോടെ പറഞ്ഞു, നിനക്ക് രാജാവിന്റെ മടിയിൽ കയറാൻ അവകാശമില്ല. എന്റെ വയറ്റിൽ നിന്നവർക്ക് മാത്രമേ രാജാവിന്റെ മടിയിലും സിംഹാസനത്തിൽ ഇരിക്കാൻ അധികാരമുള്ളൂ. നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ശ്രീഹരിയെ തപസ് ചെയ്ത് അനുഗ്രഹം നേടി എന്റെ മകനായി ജനിക്കണം. സുരുചിയുടെ വാക്കുകൾ കുമാരനെ കഠിനമായി വേദനിപ്പിച്ചു. കരഞ്ഞുകൊണ്ടടുത്തെത്തിയ മകനോട് സുനീതി എന്ന ഉത്തമനായ മാതാവ് പറയുന്ന വാക്കുകൾ നാം ഏവരും ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. നമ്മെ ആരെങ്കിലും വേദനിപ്പിച്ചാലും അവരിൽ ദോഷം ആരോപിക്കരുത്. നമ്മുടെ ദുഃഖങ്ങൾക്കു കാരണം നമ്മുടെ പൂർവകർമ്മങ്ങളാണ്. അന്യനെ ദുഃഖിപ്പിക്കുന്നവർ തന്നെ അതിന്റെ ഫലം അനുഭവിച്ചുകൊള്ളും. നിന്റെ ദുഃഖം ശമിപ്പിക്കാൻ സർവേശ്വരനായ ഭഗവാനെ മാത്രമേ സാധിക്കുകയുള്ളൂ. സുഹൃത്തായ ധ്രുവന് സംശയമൊന്നും ഉണ്ടായില്ല. ദൃഢചിത്തനായി രാജധാനിയിൽ നിന്നിറങ്ങി തിരിച്ചു. മാർഗമധ്യേ ശ്രീ നാരദ മഹർഷിയെ കണ്ടുകൊണ്ടു. ധ്രുവന് നിശ്ചയദാർഢ്യം മനസ്സിലാക്കിയ മഹർഷി ഭഗവാൻ വാസുദേവന്റെ മനോഹര രൂപം ധ്രുവന്റെ ഹൃദയത്തിൽ വരച്ചുകൊടുത്തു. ധ്യാനിക്കേണ്ട വിധവും വർണ്ണിച്ചുകൊടുത്തു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ശ്രേഷ്ഠമായ വൈഷ്ണവ ദ്വാദശാക്ഷര മന്ത്രം ഉപദേശിച്ചനുഗ്രഹിച്ചു. ഗുരുപദേശപ്രകാരം ധ്രുവൻ മധുരത്തിലെത്തി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. ആദ്യത്തെ മാസത്തിൽ 3 ദിവസത്തിലൊരിക്കൽ കായികങ്ങൾ ഭക്ഷിച്ചു. 2ാം മാസത്തിൽ 6 ദിവസത്തിലൊരിക്കൽ ഉണക്കയിനങ്ങൾ ഭക്ഷിച്ചു. 3ാം മാസത്തിൽ 9 ദിവസത്തിലൊരിക്കൽ ജലം മാത്രം പാനം ചെയ്തു. 4ാം മാസത്തിൽ 12 ദിവസത്തിലൊരിക്കൽ വായു മാത്രം ഉൾക്കൊണ്ടും തീവ്രമായി ഭജിച്ചു. 5ാം മാസത്തിൽ നിരാഹാരനായി ജിതശ്വാസനായി ഒറ്റക്കാലിൽ നിശ്ചല സമാധിസ്ഥനായി ഭജിച്ചു. ഭഗവത് സ്വരൂപമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ധ്രുവന്റെ കഠിന തപസ് കാരണം സകല ജീവരാശികൾക്കും പ്രാണൻ തലയിട്ടു. ദേവകൾ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു. ഭക്തനെ കാണാനുള്ള ബദ്ധപ്പാടോടുകൂടി ഭക്തപരാധീനനായ ഭഗവാൻ ധ്രുവന്റെ മുന്നിൽ എഴുന്നള്ളി. ആനന്ദ സംഭ്രമത്തോടെ നിൽക്കുന്ന ഭക്തന്റെ പാരവശ്യം കണ്ട് ഭഗവാൻ വേദസ്വരൂപമായി തന്റെ ശംഖുകൊണ്ട് ധ്രുവന്റെ കവിൾക്കൽ സ്പർശിച്ചു. അതോടെ ധ്രുവന്റെ അജ്ഞാനമെല്ലാം മാറി 12 ശ്ലോകങ്ങളിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അതിൽ സത്സംഗത്തിന് വേണ്ടിയുള്ള ധ്രുവന്റെ പ്രാർത്ഥന വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഭക്തി അവിടെ
സർവോത്തരം ധ്രുവപദം നിവൃത്തിയിലും 36,000 സംവത്സരം ധർമ്മം തെറ്റാതെ രാജ്യപാലനം ചെയ്ത് ഒടുവിൽ എന്റെ പദം പ്രാപിക്കുമെന്ന് അരുൾ ചെയ്ത് ഭഗവാൻ പറഞ്ഞു. ആ പരമപദം ധ്രുവനീത് മാത്രമായിരുന്നു. ശ്രീഹരിയെ പ്രിയബന്ധുവായി സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാണ് ആ സ്ഥാനം. ഭഗവാൻ പ്രസാദിച്ചാൽ ഒരു ഭക്തന് എന്താണ് അസാധ്യമായത് അലഭ്യമായത് എന്നാണ് ധ്രുവചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദൃഢനിശ്ചയത്തോടെ 5 വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവകുമാരൻ സർവവും ത്യജിച്ച് ഭഗവത് പ്രീതി കൊണ്ട് എന്തും നേടാൻ കഴിയുമെന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നു. ഇതുപോലുള്ള വിഷമഘട്ടങ്ങളിൽ ആർത്തബദ്ധമായ ഭഗവാനെ ആശ്രയിച്ച അനേകം മഹാത്മാക്കളെ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പാണ്ഡിത്യത്തെക്കാൾ ഭഗവാനിഷ്ടം ഭക്തിയാണെന്ന് തെളിയിച്ച ഭക്തകവി പൂന്താനത്തിൽ കൂടി ഇവിടെ സ്മരിക്കട്ടെ. ഒരു നാൾ പൂന്താനം സ്വകൃതിയിലേക്ക് തിരഞ്ഞെടുക്കുവാനായി മേൽപ്പത്തൂർ നാരായണഭട്ടതിരിയുടെ സമീപിച്ചത്. സംസ്കൃതത്തിൽ അത്യഗാധ പണ്ഡിതനായ ഭട്ടതിരിക്ക് ഭാഷാകൗശല്യം തിരഞ്ഞെടുക്കാൻ തീരെ താല്പര്യമുണ്ടായില്ല. വള്ളത്തോളിന്റെ വാക്കുകളിൽ മറ്റു വല്ലവരെയും കാട്ടിക്കൊള്ളുക ഭാഷാശ്ലോകം വിസമ്മതം പൂന്താനത്തെ കുട്ടികളെത്തുന്നു. വാതരോഗിയായ മേൽപ്പത്തൂരിന്റെ രോഗക്ലേശം അന്നുരാത്രി അതികഠിനമായി. രോഗക്ലേശം വർദ്ധിച്ചപ്പോൾ ഗുരുവായൂരപ്പനെ കേവലം പ്രാർത്ഥിച്ചു. പ്രത്യക്ഷനായ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. അഭാഷാകവിയുടെ സങ്കടം തീർക്കുകയും തത്പ്രീതിയല്ലാതില്ല വരുന്നീ രോഗം മാറാൻ. കേളിയേറുന്ന മേൽപ്പത്തൂരിന്റെ വിഭക്തിയെ കാണിക പൂന്താനത്തിൻ ഭക്തിയാണെനിക്കിഷ്ടം. 1000 സുസംസ്കൃത ശ്ലോകപുഷ്പത്താൽ ഭഗവാനെ പൂജിച്ച മേൽപ്പത്തൂരിന്റെ പാണ്ഡിത്യത്തെക്കാൾ പൂന്തേനാകുന്ന പല പല ഭാഷാകാവ്യങ്ങൾ കണ്ണന് നിവേദിച്ച പൂന്താനത്തിന്റെ ഭക്തിയാണ് തനിക്കിഷ്ടമെന്ന് ലോകത്തോട് തിരിച്ചു പറയാൻ ഒരു മടിയും ഭഗവാൻ കാണിച്ചില്ല. പൂന്താനത്തിന്റെ അചഞ്ചലമായ ഭക്തിക്ക് വേണ്ടി നമുക്ക് ശിരസ് നമിക്കാം. ശ്രേഷ്ഠമായ ഈ രാമായണ മാസത്തിൽ നിഷ്കളങ്കമായ ഭക്തിയിലൂടെ മാത്രം ശ്രീരാമപദം സ്ഥാപിച്ച ശബരി എന്ന തപസ്വിനെയും കൂടെ ഇവിടെ സ്മരിക്കട്ടെ. രാമായണത്തിലുടനീളം കാണാൻ സാധിക്കുന്ന ഭക്തിയുടെ വിവിധ ഭാവങ്ങളിൽ തികച്ചും വേറിട്ട് നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് ശബരി എന്ന തപോധനയുടെ നിഷ്കളങ്കമായ ഭക്തിയാണ്. അനേകം വർഷങ്ങൾ ശ്രീരാമദർശനത്തിനായി കാത്തിരുന്ന ശബരി എന്ന തപസ്വിനിയിലൂടെ രാമായണം നമുക്ക് കാട്ടിത്തരുന്നത് ഭക്തിയിലൂടെ അല്ലാതെ മുക്തി സാധ്യമല്ല എന്ന തത്വമാണ്. അനേകം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമചന്ദ്രസ്വാമി വന്നിറങ്ങുന്നത് ശബരി ആനന്ദാശ്രമയോടെ കണ്ടു. പാദപൂജ നടത്തി കായികങ്ങൾ കാഴ്ചവെച്ചു. കായ്കളിൽ ഏറ്റവും മധുരമുള്ളത് മാത്രം ശ്രീരാമൻ ഭക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ശബരി ഓരോന്നും കഴിച്ചു നോക്കിയ ശേഷമാണ് ശ്രീരാമൻ നൽകിയത്. ശബരി കഴിച്ച ശേഷം മാത്രം നൽകിയ ഫലങ്ങൾ ഓരോന്നും സ്നേഹമന്ദഹാസത്തോടെ ശ്രീരാമൻ സ്വീകരിക്കുന്നത് കൊണ്ട് ലക്ഷ്മണന് നീരസം തോന്നി. ലോകേകനാഥനാണ് ശ്രീരാമൻ. ആ രാമൻ ഉച്ഛിഷ്ടത്തിലെത്തിക്കുകയോ? പക്ഷേ ശ്രീരാമൻ കുലുക്കമുണ്ടായില്ല. അതേ സ്നേഹമന്ദഹാസത്തോടെ ശബരി തന്ന പഴങ്ങളെല്ലാം ശ്രീരാമൻ കഴിച്ചു. അതാണ് ശ്രീരാമസ്വാമിയുടെ കരുണ. ഗർഭജന്മ ഭേദമില്ല. ഭക്തി മാത്രമാണ് ശ്രീരാമന്റെ കൊണ്ടം പകരുന്നത്. തന്നെ നിഷ്കളങ്ക ഭക്തി ഉണ്ടാവുന്നവൻ ആരോ അവന്റെ ദാസനായി വർത്തിക്കും ശ്രീരാമൻ. കൈകൾ കൂപ്പി സ്തുതിച്ച ശബരിയോട് ശ്രീരാമസ്വാമി പറയുന്ന വാക്കുകൾ നാം ഏവരും ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടതാണ്. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നില്ലു
തുടർന്ന് പറയുന്നു, ഒന്നിനാലൊരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ മദ്ഭക്തിയെന്നൊഴിഞ്ഞത് കൊണ്ടൊരു നാളും. തുടർന്ന് നവവിധമായ ഭക്തിസാധനം ശബരിയിലൂടെ ശ്രീരാമസ്വാമി നമുക്കായി ഉപദേശിക്കുന്നു. വീണ്ടും ശ്രീരാമസ്വാമി പറയുന്നു, ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ഭക്തി ഉണ്ടായിക്കൊണ്ട് കാണാനുത്തമ മുക്തിയുമടുത്തിരുതിരക്കുതബോധനേ. അങ്ങനെ നിഷ്കളങ്ക ഭക്തിയിലൂടെ മാത്രം ശ്രീരാമപദം പ്രാപിച്ച ശബരിയുടെ ചരിത്രം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ അചഞ്ചലമായ ഭക്തി ശ്രീരാമനിലുണ്ടാകുവാൻ നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളും ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീ